തൃശൂർ പട്ടിക്കാട് വനം വകുപ്പ് വാച്ചറെ കാട്ടാന ആക്രമിച്ചു. പട്ടിക്കാട് റേഞ്ചിലെ വാച്ചർ ആൻഡോയെയാണ് ആക്രമിച്ചത്. ഇന്ന് രാവിലെ ഫയർ ലൈൻ ജോലിയുടെ ഭാഗമായി വനാതിർത്തിയിലെത്തിയപ്പോഴായിരുന്നു സംഭവം. കാര് ചിതറിയോടിയ പെണ്ണുങ്ങൾക്ക് സാരമായ പരിക്കുകളുണ്ട്. അവർ വീഴുകയും കയ്യും കാലും പൊട്ടുകയും ഒരയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി എത്താനുള്ള സമയം 3/4 മണിക്കൂറോളം എടുത്തെങ്കിലും അവർ ഉടനെ തന്നെ എത്തിയായിരുന്നു. എന്തായാലും എല്ലാ പെണ്ണുങ്ങളെയും സ്വസ്ഥമായി പുറത്തിറക്കി അവർ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. തുടർന്നുള്ള പണിക്ക് അവർ വരില്ല എന്നാണ് പറയുന്നത്. ജീവിതത്തിലെ ആദ്യമായിട്ടുള്ള പേടിയെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആനയെ കാണാറുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാറില്ല. എന്നും നടക്കും, വീഡിയോ എടുക്കും, ഓടിക്കാറൊക്കെ ഉണ്ടെങ്കിലും ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്. സൂര്യ സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂര്യ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? വേണു, രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ ഫയർ ലൈൻ വർക്കിനായിട്ട് ഈ ആൻഡോയും അതുപോലെ തന്നെ 8 സ്ത്രീകളും 3 പുരുഷന്മാരും അടങ്ങുന്ന സംഘം ഈ കാട് കയറുന്നത്. പട്ടിക്കാട് റേഞ്ചിലാണ് ഇവർ കാട് കയറി എത്തുന്നത്. ആ സമയമാണ് ആന അങ്ങോട്ടേക്ക് എത്തുകയും കാട്ടാന ഇവരെ ഓടിക്കുകയും ചെയ്ത്. ആൻഡോയ്ക്ക് പെട്ടെന്ന് ഓടി മാറുന്നതിന് കഴിഞ്ഞിരുന്നില്ല. പിന്നാലെ ആൻഡോയുടെ ഉടുമുണ്ടിൽ ഈ ആന തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിക്കുകയായിരുന്നു. പിന്നാലെ ഈ മുണ്ട് ഉരിഞ്ഞു കളഞ്ഞ് ഓടിയത് കൊണ്ട് മാത്രമാണ് മറ്റ് അപകടങ്ങളോ പരിക്കുകളോ ഒന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ആൻഡോ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളടക്കം ുള്ളവർ ചിതറി ഓടുകയും ചെയ്തു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അടക്കം തെറിച്ചുപോയി. പലർക്കും ഈ ഓടുന്നതിനിടയിൽ വീഴുകയും ചെറിയ ചെറിയ പരിക്കുകൾ ഏൽക്കുകയും എല്ലാം ചെയ്തു. പിന്നാലെ പരിഭ്രാന്തിപ്പെട്ട് പലയിടങ്ങളിലായി ഈ സംഘത്തിലുണ്ടായിരുന്നവർ ഒളിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷമാണ് കാട്ടാന ഇവിടെ നിന്ന് മടങ്ങിയത്. ആ സമയത്ത് തൊഴിലാളികൾ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാടിനകത്തേക്ക് എത്തിയതിനു ശേഷമാണ് ഈ സംഘത്തെ മടക്കിക്കൊണ്ടുവന്നത്. എന്തായാലും വലിയ പരിഭ്രാന്തിയിലായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പിന്നീട് ഇന്നത്തേക്ക് ജോലി ചെയ്യാതെ മടങ്ങുകയായിരുന്നു. കാരണം സ്ത്രീകൾ അടക്കമുള്ളവരുടെ ആദ്യ അനുഭവമാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം നേരിടുന്നതെന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയോടുകൂടി അവർ കാടിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ആൻഡോയ്ക്കും ഗുരുതരമായ പരിക്കുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണു, സൂര്യ സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.